എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാജേന്ദ്രൻ എന്നാണ്. ഞാൻ ഈ നാട്ടുകാരനാണ്. പക്ഷെ ഒരു പ്രവാസി ആയതുകൊണ്ട് നിങ്ങളിൽ ഭൂരിഭാഗം പേരും എന്നെ അറിയാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ മിമിക്രി അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എൻ്റെ ഒരു താല്പര്യം കാരണം ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് സിനിമാ നടന്മാരുടെ ശബ്ദമാണ് ഞാൻ എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആദ്യമായിട്ട് നമ്മളുടെ മാമുക്കോയ ഇവിടെ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് എങ്ങനെയാ സംസാരിക്കുക എന്നുള്ളതൊന്ന് ശ്രമിച്ചു നോക്കുകയാണ് കേട്ടോ. ശബ്ദം കുറച്ച് കൂട്ടാൻ പറ്റുമോ ഇതിന്റെ? ഹലോ ഹലോ ഓക്കെ ഓക്കെ. അപ്പൊ ശ്രീ മാമുക്കോയ. അസ്സലാമലൈക്കും മക്കളെ. നമുക്ക് ഇന്ന് പരിപാടിയിൽ വരാൻ പറ്റിയതിൽ പെരുത്ത് സന്തോഷമുണ്ട്. നമ്മള് നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടാം. ആരുണി ഭദ്ര താപസ കന്യ ആശ്രമമേതെന്ന് ചൊല്ലു. അല്ലോ ആസിപ്പത് എന്തെന്ന് ചൊല്ലു. നമ്മളേത് പാട്ട് പാടിയാലും ഇങ്ങനെയാണ്. ആ കോഴിക്കോട് ടച്ച് കിട്ടൂല. അല്ല. താങ്ക് യു. അടുത്തായിട്ട് നമ്മുടെ ഇന്ദ്രൻസ് ചേട്ടന്റെ പഴയ കാലത്തെ ഒരു ഗാനം, അദ്ദേഹം മാനത്തെ കൊട്ടാരം എന്ന സിനിമയില് ഒരു മതിലിനപ്പുറത്ത് നിന്നിട്ട് ഒരു പാട്ട് പാടുന്നുണ്ട്. അത് ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അച്ഛൻ ഉറങ്ങിക്കിടക്കുന്നു നിശ്ചലം. അച്ഛൻ കൊച്ചച്ഛൻ അമിതാഭ് ബച്ചൻ. അച്ഛൻ വരുമ്പോൾ എനിക്ക് പാൽപ്പായസം കൊണ്ടുവരുമായിരുന്നു. ഞാനത് കഴിച്ചില്ലേ അച്ഛൻ എന്നെ തല്ലിത്തലോടുമായിരുന്നു. അയ്യോ അച്ചോ കറക്കല്ലേ, കറക്കം കുറയ്ക്കച്ചോ, നിലത്ത് വെക്കച്ചോ. ഞരമ്പുകൾ മുറിയുന്നു, കാലുകൾ വലിക്കുന്നു, ആരോ കടിക്കുന്നു കടിപ്പട്ടിയെ പോലെ. താങ്ക് യു. അടുത്തായിട്ട് നമുക്ക് തുടരും എന്ന സിനിമയിലെ ജോർജ് സാറിന്റെ ഡയലോഗ് ശ്രീ ജനാർദ്ദനൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് ഒന്ന് ശ്രമിച്ചു നോക്കാം. ഒരു ശ്രമമാണ് കേട്ടോ. 36 വർഷമായടാ ബെൻസ് ഞാൻ പോലീസില്. ഇതുവരെ പുറത്തറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ചട്ടത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിലൊന്നും ഒരു റിഗ്രറ്റും ഇല്ലടാ. 2 ദിവസം കഴിഞ്ഞ് ഡിവൈഎസ്പി മെഡലും വാങ്ങി പുറത്തിറങ്ങുമ്പോ ജോർജ് സാറ് പഴയ ജോർജ് സാറ് തന്നെയാടാ. അടുത്തായിട്ട് നമുക്ക് ശ്രീ കുതിരവട്ടം പപ്പുവിന്റെ ഡയലോഗ് ഒന്ന് നോക്കാം. 2 ഡയലോഗുകളാണ് പറയാൻ പോകുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മണിച്ചിത്രത്താഴിലെ ആ ആൽത്തറയിൽ ഇരിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ. ആശപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ച് എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികേടുണ്ടോന്ന് ഒന്ന് നോക്കിക്ക്. ഇദ്ദേഹം തന്നെ വെള്ളാനകളുടെ നാട്ടില് ആ ഒരു 5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ, റോഡ് റോളർ എന്ന് പറഞ്ഞിട്ട്. അത് എത്ര കാലം കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് മറക്കാൻ പറ്റില്ല. ആ ഡയലോഗ് ഒന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ. ഈ റോഡ് റോളർ ഇത് നമ്മൾ മുമ്പേ കണ്ടിട്ടുള്ളതാണ്. ഇത് ചെറുത്, ഒരു 4 മീറ്റർ നീളം, 10 മീറ്റർ വീതി. ഇമാതിരി ഒരു സാധനമാണ് പണ്ട് നമ്മൾ PWയിൽ ഓട്ടിക്കൊണ്ടിരുന്നത്. നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചുരം? അത് നമ്മുടെ താമരശ്ശേരി ചുരം. ഒരു ദിവസം ചുരം ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയി. പണ്ടാരടങ്ങാനായിട്ട് ഇതുണ്ടോ നമ്മൾ ചവിട്ടിയാലും പിടിച്ചാലും ഒക്കെ നിൽക്കണു. കടുകിയുടെ വ്യത്യാസത്തിന് സ്റ്റെയറിങ് ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് എഞ്ചിനിൽ നമ്മൾ തവിട് പൊടി വിട്ടില്ല. പക്ഷോ നിങ്ങൾ കാത്തോളീന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വിടലാണ്. താമരശ്ശേരി ടു കോഴിക്കോട് 50 കിലോമീറ്റർ വെറും 5 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തി. എഞ്ചിനിങ്ങനെ പറവറക്കുകയാണ്. ഏത് യാപ്പിയോ പോണമാതിരി. പിറ്റേ ദിവസം തന്നെ PWD ഓഫീസിൽ വിളിച്ചിട്ട് നമുക്കൊരു അവാർഡ് തന്നു. പിറ്റേ ദിവസമല്ല, അവിടെ നിന്ന് കുറച്ചൊന്നും കഴിഞ്ഞിട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുറത്ത് തട്ടിട്ട് പറയാ, പറയാ ഇത് സുലൈമാനല്ല, സാക്ഷാൽ ഹനുമാനാണെന്ന്. താങ്ക് യു. ഓക്കെ.